നല്ല സമയം നല്ല കാലം എന്നിങ്ങനെയൊക്കെ ഉണ്ടോ? ഞാൻ ഈ അടുത്തായിട്ട് ഒരു ഫംഗ്ഷന് കഴിഞ്ഞ് വരുന്ന സമയത്ത് എൻ്റെ ഒരു റിലേറ്റീവ് കൂടെ ഉണ്ടായിരുന്നു. അപ്പം ആളിങ്ങനെ പറയാം, എനിക്ക് ഭയങ്കര ആൻസൈറ്റി, ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആൾക്ക് അതുകൂടാതെ ഒരുപാട് അസുഖങ്ങളും എല്ലാ ഫുഡും കഴിക്കാൻ പറ്റില്ല, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ, ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആളായിട്ട് ഇങ്ങനെ ഒരുപാട് സമയം നയിച്ച സമയത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ആൻസൈറ്റി ഡിപ്രഷനൊക്കെ ആൾക്ക് മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ നോക്കിയ സമയത്ത് ആളുടെ ബിലീഫ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പറ്റൂല എന്നുള്ളത് തന്നെ അയാൾ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. ഇതൊക്കെ എനിക്കുള്ളതാണ്, മാറ്റാൻ പറ്റൂല, എൻ്റെ നല്ല സമയം കഴിഞ്ഞു, എൻ്റെ നല്ല കാലങ്ങൾ കഴിഞ്ഞു എന്നൊക്കെയാണ് ആള് വാദിക്കുന്നത്. ഓക്കെ, ഫൈൻ. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഇതൊന്ന് റീപ്രോഗ്രാം ചെയ്തെടുത്തിരുന്നെങ്കിൽ ആൾക്ക് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുന്നുള്ളത്. ചില കാര്യങ്ങൾ നമ്മൾ നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, നമുക്ക് ഉണ്ടായ ആ പ്രോഗ്രാമും ബിലീഫും കംപ്ലീറ്റ്ലി റീപ്രോഗ്രാം ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റും. ആ ഏജിലുള്ള, അവരെക്കാൾ ഏജ്ഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ മുമ്പിൽ നല്ല അടിപൊളിയായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് കാണുന്നുണ്ട്. സയന്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരുപാട് കേസസ് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. പക്ഷെ ആള് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ നല്ല കാലം കഴിഞ്ഞു. അപ്പം നമുക്കിങ്ങനെ നമ്മുടെ പാരൻസ് അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ആരെങ്കിലും അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇത് മാറ്റിയെടുക്കാനുള്ള ചെറിയ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ, ഒന്ന്, നമ്മൾ ആദ്യം തന്നെ നമ്മളെ ബിലീഫ് സിസ്റ്റങ്ങൾ അല്ലെങ്കിൽ തോട്ട് പാറ്റേൺസ് നമ്മളെ നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് അത് ഒരു പേപ്പർ എടുത്തിട്ട് എഴുതാം. എന്നിട്ട് കംപ്ലീറ്റ്ലി അതിനെ റീപ്രോഗ്രാം ചെയ്ത് റിവയർ ചെയ്തെടുക്കുക. ആ തോട്ട് പാറ്റേൺ നമ്മുടെ ഷാഡോ സെൽഫിനെ അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, ഇന്നതൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ റിവയർ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിനെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അടിപൊളിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ എല്ലാ ഫുഡും കഴിക്കാൻ പറ്റാത്തത് അതും ചേഞ്ച് ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ ബോഡി നല്ല ഹെൽത്തിയാണ്, ഞാൻ ഭയങ്കര ഹെൽത്തിയാണ്, ഫിറ്റാണ് എന്നുള്ളത്, ഫ്ലെക്സിബിൾ ആണ് എന്നുള്ളത് നമ്മൾ തന്നെ പ്രോഗ്രാം ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ കാണാനും ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഹെൽത്തി ആയിട്ട് മാറുന്നതും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് എന്താണോ കൊടുക്കുന്നത് അതാണ് നമ്മുടെ പുറത്തേക്ക് റിഫ്ലക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും, നിങ്ങളുടെ പാരൻസോ അമ്മമാരോ ആരെങ്കിലും ഇങ്ങനെ പറയുന്നത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് റീപ്രോഗ്രാമിങ്.